എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ഗിയറുകളിലും ഹാഫ് ക്ലച്ച് ഉപയോഗിക്കാമോ? നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. വണ്ടി പഠിക്കുന്ന തുടക്കക്കാർക്ക് ഒരുപാട് പേർക്കുള്ള ഒരു സംശയവുമാണ്. അപ്പോൾ അതിനൊരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു കാര്യം നമ്മൾ വണ്ടി ഓടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഹാഫ് ക്ലച്ച്? ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന പ്രത്യേക സംവിധാനങ്ങളൊന്നും ഒരു വാഹനത്തിലും ഒരുക്കിയിട്ടില്ല. ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തെ നമ്മൾ റൺ ചെയ്തെടുക്കുമ്പോൾ ക്ലച്ചിൽ നിന്ന് അയക്കുമ്പോൾ ആദ്യമായിട്ട് വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില വാഹനങ്ങളിൽ ക്ലച്ചിൽ നിന്ന് കാൽ അയച്ചു തുടങ്ങുമ്പോൾ തന്നെ വണ്ടി റൺ ചെയ്തു തുടങ്ങും. അതായിരിക്കാം ആ ഒരു വാഹനത്തിന്റെ ഹാഫ് ക്ലച്ച്. എന്നാൽ മറ്റു ചില വണ്ടികളിൽ ക്ലച്ചിൽ നിന്ന് ഒരു പകുതി അയക്കുമ്പോൾ ആയിരിക്കാം വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്നത്. ചില വണ്ടികളിലായിക്കോട്ടെ ക്ലച്ചിൽ നിന്ന് ഒരു 3/4% അയക്കുമ്പോഴായിരിക്കും വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്നത്. ഓരോ വാഹനത്തിലും ക്ലച്ചിന്റെ പൊസിഷന് വ്യത്യാസമുണ്ടാകും. ആ ക്ലച്ചിന്റെ പൊസിഷൻ മനസ്സിലാക്കി ഒരു വണ്ടി കൃത്യമായിട്ടും സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ ക്ലച്ചിൽ നിന്ന് അയക്കുമ്പോൾ ആദ്യമായിട്ട് വണ്ടി റൺ ചെയ്തു തുടങ്ങുന്ന ആ ഒരു പൊസിഷനെയാണ് ഒരു പരിധിവരെ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് എല്ലാ ഗിയറുകളിലും ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുവാൻ കഴിയുമോ? ഒരു കാരണവശാലും എല്ലാ ഗിയറുകളിലും നമുക്ക് ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുവാൻ കഴിയില്ല. അതായത് നമുക്ക് നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തെ റൺ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഒരു പവർ വാഹനത്തിന് നമ്മൾ നൽകണം. അപ്പോൾ അത്രയധികം ഒരു പവർ നമുക്ക് നൽകാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഗിയർ കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു വണ്ടി മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ, ഒരു നിരപ്പത്തോ കയറ്റത്തോ ആയിക്കോട്ടെ, നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ വണ്ടി നിങ്ങൾ മുന്നോട്ടെടുക്കാവുള്ളൂ. അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി ഓഫ് ആകാതെ മുന്നോട്ടെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഒക്കെ നിങ്ങൾ വണ്ടി എടുക്കാൻ ശ്രമിച്ചാലുള്ള ഒരു പ്രശ്നം, ചെറിയ കയറ്റങ്ങളിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടും കയറ്റത്ത് കിടക്കുന്ന ആ ഒരു വാഹനത്തെ സെക്കൻഡിലോ തേർഡിലോ നമുക്ക് മുന്നോട്ടെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതിന് പിന്നിലെ കാര്യം അത്രയധികം ഒരു പവർ കൊടുക്കാൻ, അതായത് ഫസ്റ്റ് ഗിയറിന്റെ അത്രയും അധികം ഒരു പവർ സെക്കൻഡ് ഗിയറിനും തേർഡ് ഗിയറിനും നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതിന് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യം ഏകദേശം വ്യക്തമായെന്ന് കരുതുന്നു. എല്ലാ ഗിയറുകളിലും നമുക്ക് ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുവാൻ സാധിക്കത്തില്ല. ഫസ്റ്റ് ഗിയറിൽ മാത്രമേ നമുക്ക് ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന പ്രത്യേക സംവിധാനങ്ങളൊന്നും ഒരു വാഹനത്തിൽ ഇല്ല. ക്ലച്ചിൽ നിന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ആക്സിലറേറ്റർ കൊടുത്താണ് നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുന്നത്. അങ്ങനെ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ ആദ്യമായിട്ട് വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ഒരു പരിധിവരെ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കാര്യം ഞാൻ പറഞ്ഞു തന്നത്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.